ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ദിലീപും മോഹൻലാലും കൂടെ അഭിനയിച്ചെത്തുന്ന ഭ ബ ബ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മണിക്കൂറിൽ തന്നെ തീ പടർത്തുകയാണ്. ആദ്യ മണിക്കൂറിൽ തന്നെ 10,000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയ ചിത്രം ഇതാ ബുക്ക് മൈ ഷോയിൽ തീ പടർത്തി 17,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോകുന്ന അവസരമുണ്ടാക്കിയിരുന്നു. ടോപ്പ് 3 മലയാളം പ്രീസെയിൽ അവർലി ബുക്കിങ്ങിനകത്തിൽ രണ്ടാം പൊസിഷനിലേക്ക് എത്തി. എമ്പുരാൻ്റെ തൊട്ട് പിന്നാലെ ഈ ഒരു സിനിമ എത്തുന്നു. തുടരുമെന്ന സിനിമയുടെ മുകളിലേക്ക് ബ ബ ബ എത്തുന്നു എന്നുള്ളതാണ്. സിനിമയുടെ ഈ ഒരു ബുക്കിംഗ് തുടങ്ങി കേരളത്തിൽ എല്ലായിടത്തും തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പലയിടത്തും ഇപ്പോൾ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിനിടയിൽ തന്നെ 1.5 കോടിക്ക് മുകളിൽ പ്രീസെയിൽ ആദ്യം മണിക്കൂറിൽ തന്നെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതായത് 270 മിനിറ്റിൽ 2 ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ 1.5 കോടിക്ക് മുകളിലുള്ള അഡ്വാൻസ് സെയിൽ. ആദ്യ ദിനം 5 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യമായി നിൽക്കുന്നത്. ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള ബുക്കിംഗ് തുടങ്ങും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കാം. ഇപ്പോൾ മണിക്കൂറിൽ 4,500ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. ദിലീപിൻ്റെ വമ്പൻ തിരിച്ചുവരവ് നമുക്കറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ പോലും ദിലീപ് സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഉള്ളിൽ തന്നെ നടക്കുന്നു. ആളുകളുടെ മനസ്സിൽ കാണണോ വേണ്ടയോ എന്നുള്ള ആ ഒരു സങ്കോചവുമൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ തിയേറ്ററിൽ പൂരപ്പറമ്പാക്കുന്ന ലെവലിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ അരങ്ങ് തകർക്കുന്നു. ഏരീസ് പ്ലസിൽ ഗംഭീരമായിട്ടുള്ള, അതായത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 12 ഷോകളിൽ 10ഉം ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അത്ര ഗംഭീരമായിട്ട് തന്നെയുള്ള ചരിത്രം കുറിക്കാൻ ഒരുങ്ങി തന്നെയാണ് ഈ ഒരു സിനിമ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും സിനിമ റിലീസിന് മുന്നോടി അതായത് പ്രീസെയിലൂടെ മാത്രം 10 കോടിക്ക് മുകളിലെത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കുകയാണ്. ഒരു പക്ഷേ 25 കോടി ടച്ച് ചെയ്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അമ്മാതിരി ഒരു പവർ സംഭവമായിട്ട് തന്നെയാണ് ആദ്യ മണിക്കൂറുകളിലെ പ്രകടനം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നിങ്ങളുടെ അത് അപ്പോൾ പുത്തനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് പ്രീസെയിൽ 2,08,00,000 രൂപ 4 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് എന്ന് തന്നെ പറയാം. മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടം ഒപ്പം ദിലീപും കൂടെ ചേരുമ്പോൾ മലയാള സിനിമ ഒരുപക്ഷേ ഈ എമ്പുരാനെ താഴെയിടുമോ അല്ലെങ്കിൽ തുടരുമിൻ്റെ മുകളിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. അത് ദിലീപ് പവറിൽ മോഹൻലാൽ സിനിമകളെല്ലാം തന്നെ താഴെ വീഴുമോ എന്നുള്ള ചോദ്യവും ഏറെയും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമായി വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക.